തിരുമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ജലജയാണെങ്കിൽ സഹി ഇട്ടിട്ടാണെങ്കിൽ നമ്മൾ അവന്തിക എടുത്താണെങ്കിൽ ആ സത്യം പറയുന്നുണ്ട് കേട്ടോ. നാഗേന്ദ്രനല്ല നിങ്ങളെ അച്ഛനെന്നുള്ള സത്യം നമ്മൾ അവന്തിക എടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവന്തികയാണെങ്കിൽ ഇത് കേൾക്കുന്ന സമയത്ത് ഷോക്ക് ആവുന്നുണ്ട്. കാര്യം നാഗേന്ദ്രനാണല്ലോ അവന്തികയുടെ അച്ഛനാണെന്ന് അവന്തിക വിശ്വസിച്ചൊക്കെ ഇരുന്നത്. അപ്പം അവന്തിക ഇപ്പം നമ്മൾ ജലജയാണെങ്കിൽ ഇങ്ങനെ നാഗേന്ദ്രൻ അച്ഛനല്ലെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവന്തിക പറയുന്നത് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ കള്ളത്തരം പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ഒക്കെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അച്ഛനാണ് നാഗേന്ദ്രൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ജലജ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നാഗേന്ദ്രനാണ് നിങ്ങൾ അച്ഛനെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടും ഇല്ലല്ലോ, പക്ഷേ നാഗേന്ദ്രൻ എൻ്റെ ഭർത്താവാണെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ അവന്തികയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെയൊക്കെ അവന്തിക ഇങ്ങനെ ഒരു കൺഫ്യൂഷനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ജലജ പറയുന്നുണ്ട്, എന്തായാലും അയാൾ നാട്ടിലെത്തി കഴിയുമ്പം എന്തായാലും എൻ്റെ മക്കളെ നേർക്ക് അയാൾ വല വീശുന്നുള്ള കാര്യം എനിക്ക് നല്ലതുപോലെ അറിയാം. കാര്യം എൻ്റെ അടുത്ത് അയാൾക്ക് എന്തെങ്കിലും പ്രതികാരം തീർക്കണമെങ്കിൽ എൻ്റെ മക്കളെ കൊണ്ട് അയാൾക്ക് അത് നടക്കത്തുള്ളൂ എന്നുള്ള കാര്യം അയാൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് അയാൾ എൻ്റെ മക്കളെ തന്നെ അയാൾ വലവീശി പിടിച്ചതെന്നൊക്കെ നമ്മൾ ജലജ പറയുന്നു. നമ്മൾ അവന്തിക പറയുന്നുണ്ട്, അമ്മ എന്തായാലും വായി വരുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കണമെന്നുണ്ടോ? ഞങ്ങൾ ഇത്രയും വർഷം ഞങ്ങളുടെ അച്ഛൻ നാഗേന്ദ്രനാണെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇതിന് എന്തെങ്കിലും തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ ജലജ പറയുന്നുണ്ട്, എന്തായാലും അവിയും നീയും അയാളെ മക്കളല്ലെന്നൊക്കെയുള്ള കാര്യം നമ്മൾ ജലജ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവന്തിക പറയുന്നുണ്ട്, ഇപ്പം അമ്മ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പക്ഷേ അമ്മ എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ ഞങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോഴേ ഞങ്ങൾ ഇതിനെക്കുറിച്ച് വിശ്വസിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ അവന്തിക. നമ്മൾ ജലജയാണെങ്കിൽ ഫോണിലൊക്കെ തപ്പി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവന്തികയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അവന്തികയ്ക്കും അബിക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതാണ് നിങ്ങളുടെ അച്ഛനെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും അയാളുടെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. അയാളാണെങ്കിലും ഒന്നാതെ അയാൾ ഓരോ കള്ളത്തരങ്ങളും കാര്യങ്ങളും ചെയ്യും, പിന്നെ അതുമല്ല അയാൾ കുറേ പെണ്ണുങ്ങളെ പിറകെയൊക്കെ അയാൾ പോകുമായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് അയാളെ സ്വഭാവവും കാര്യങ്ങളും എനിക്കിഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഇയാളായിട്ടാണ് ഞാൻ എൻ്റെ സ്നേഹം മൊത്തം പങ്കിട്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇയാളാണ് നിങ്ങളെ അച്ഛനെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവന്തിക ചോദിക്കുന്നുണ്ട്, അപ്പം മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജലജ പറയുന്നുണ്ട്, അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയത്തില്ല, പക്ഷേ അവരെ കണ്ണിൽ നാഗേന്ദ്രൻ്റെ അടുത്താണ് എല്ലാ തെറ്റുമാണെന്ന് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമ്മൾ ജലജ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജലജ പറയുന്നുണ്ട്, എനിക്ക് അയാൾ കാരണമാണ് എനിക്ക് ഇങ്ങനെ തെറ്റുകൾ ചെയ്യേണ്ടി വന്നതെന്നൊക്കെ നമ്മൾ ജലജയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അയാൾക്കാണെങ്കിൽ അതിനുള്ള പ്രതികാരവും കാര്യങ്ങളും എൻ്റെ അടുത്ത് തീർക്കാൻ വേണ്ടിയാണെങ്കിൽ അയാൾ എന്തായാലും ഇങ്ങോട്ട് വരും, അതിന് അയാൾ പൊളിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമെന്നൊക്കെ എനിക്കറിയാം. അതിന് വേണ്ടിയാണ് എൻ്റെ മക്കളെ അയാൾ വല വീശി പിടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അയാളിനിപ്പോൾ എന്ത് വന്ന് കാണിച്ചാലും എനിക്കൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല എന്നൊക്കെ നമ്മളെ ജലജയാണെങ്കിൽ തീർത്തും മക്കളടുത്ത് പറയുന്നുണ്ട്. എനിക്ക് അയാളെ സ്നേഹിക്കേണ്ടി വന്നതെന്നൊക്കെ നമ്മളിങ്ങനെ ജലജ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അവന്തികയാണെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ട്. കാര്യം ഇപ്പം നാഗേന്ദ്രൻ വലിയ സ്വർണ്ണക്കട മുതലാളിയൊക്കെ അല്ലേ, ഇപ്പം അത്രയ്ക്കും വലിയൊരു കോടീശ്വരനാണ് അച്ഛൻ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇത്രയും നാൾ ഇരുന്നപ്പം ഇപ്പം നമ്മളെ ജലജയാണെങ്കിൽ അതൊന്നും അല്ലാന്ന് സത്യം നമ്മൾ അവന്തിക അടുത്തൊക്കെ പറഞ്ഞപ്പം ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ നമ്മൾ അവന്തിക നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം മനക്കോട്ട കെട്ടിയ സ്വപ്നങ്ങളെല്ലാം പോവോ എന്താണെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ അവന്തികയാണെങ്കിൽ ഒരു കൺഫ്യൂഷനായിട്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.